ലുക്കീമിയ എന്ന് പറയുന്ന വളരെ അത്യപൂർവ മാരക ക്യാൻസർ രോഗം പിടിപെട്ട് എത്രയും പെട്ടെന്ന് മജ്ജ മാറ്റിവെച്ചില്ലെങ്കിൽ ചിലപ്പോൾ ജീവന് തന്നെ അപായം സംഭവിക്കാം എന്ന് ഡോക്ടർമാർ അറിയിച്ചപ്പോൾ നാടും നാട്ടുകാരും വീട്ടുകാരും വളരെ വേദനയോടുകൂടി ആ ഒരു സങ്കടം നമ്മളെ അറിയിച്ചതിനെ തുടർന്ന് നമ്മളൊരു ചാരിറ്റി വീഡിയോ ചെയ്ത് പൊതുസമൂഹത്തിൻ്റെ മുന്നിലേക്ക് എത്തിച്ചു. ഓട്ടോ തൊഴിലാളിയായ ഷാഫി എന്ന് പറയുന്ന സഹോദരൻ്റെ മകളാണ് ഫാത്തിമ. ഷാഫിയാണ് കുട്ടിക്ക് മജ്ജ നൽകുന്നത്. പൈസ ഇല്ലാത്തതിൻ്റെ പേരിൽ ചികിത്സ നടക്കാത്തൊരു സാഹചര്യം ഉണ്ടായപ്പോഴാണ് അവസാന പ്രതീക്ഷയോടുകൂടി ലോക മലയാളികളുടെ മുന്നിലേക്ക് സോഷ്യൽ മീഡിയ വഴി ഈ ഒരു സങ്കടം എത്തിക്കാൻ ഒരു സാഹചര്യം ഉണ്ടായത്. വളരെ പെട്ടെന്ന് തന്നെ ആവശ്യമായ 60 ലക്ഷം രൂപയോളം നമുക്ക് സമാഹരിക്കാൻ സാധിച്ചു. ഇന്ന് ആ ഒരു അക്കൗണ്ട് ക്ലോസ് ചെയ്ത് ഇത്ര തുക വന്നിരിക്കുന്നു എന്നറിയിക്കാനാണ് പ്രധാനമായും ഈ ഒരു പത്രസമ്മേളനം വിളിക്കാൻ ഇടയായത്. അതുപോലെ തന്നെ എനിക്കിവിടെ സൂചിപ്പിക്കാനുള്ള വലിയ ഗൗരവമുള്ളൊരു കാര്യം എന്ന് പറഞ്ഞാൽ നമ്മൾ കേരളത്തിലുടനീളം ഓരോ ജില്ലാ അടിസ്ഥാനത്തിൽ തന്നെ ഓരോ രോഗികളുടെ സങ്കടം പറഞ്ഞുകൊണ്ട് പൊതുസമൂഹത്തിൽ സോഷ്യൽ മീഡിയ വഴി അവരുടെ പ്രയാസം, അവരുടെ അക്കൗണ്ട് നമ്പറും QR കോഡും ഒക്കെ നൽകിക്കൊണ്ട് പങ്കുവെക്കുമ്പോൾ വരുന്ന വലിയൊരു പ്രതിസന്ധി എന്ന് പറഞ്ഞാൽ അന്യ സംസ്ഥാന ലോബികൾ ആ അക്കൗണ്ടുകൾക്ക് മാറ്റം വരുത്തി QR കോഡ് എഡിറ്റ് ചെയ്ത് മാറ്റി വലിയ രീതിയിലുള്ള തട്ടിപ്പ് നടത്തുന്നത് നമ്മൾ പല സ്ഥലങ്ങളിലായിട്ട് പരാതി പോലും നൽകിയിട്ടുണ്ട്. പല സ്ഥലങ്ങളിലും പരാതി നൽകിയിട്ട് അവരെ ഇതുവരെ കണ്ടെത്താൻ പോലും സാധിച്ചിട്ടില്ല. ഇപ്പോൾ അവസാനമായി ഫാത്തിമയുടെ കാര്യത്തിലും അത് സംഭവിച്ചു. ഫാത്തിമയുടെ വ്യാജ വീഡിയോ ഇൻസ്റ്റഗ്രാം വഴി അൽഫല ഫൗണ്ടേഷൻ, സഹായ ഫൗണ്ടേഷൻ എന്നിങ്ങനെയുള്ള ഇൻസ്റ്റഗ്രാം വഴി എഡിറ്റ് ചെയ്ത് QR കോഡും അക്കൗണ്ട് നമ്പറും മാറ്റങ്ങൾ വരുത്തിയാണ് അവർ വ്യാജമായി പ്രചരിപ്പിച്ചുകൊണ്ട് വലിയ രീതിയിലുള്ള തട്ടിപ്പ് നടത്തുന്നത്. അതിന്റെ അടിസ്ഥാനത്തിൽ DGPക്ക് പരാതി നൽകി, സൈബർ വിഭാഗത്തിൽ പരാതി നൽകി. ആ വീഡിയോ ആ ഒരു പേജിൽ നിന്ന് നീക്കം ചെയ്യുക എന്നല്ലാതെ ഇത് ചെയ്യുന്ന ഈ വ്യാജന്മാരെ കണ്ടെത്താൻ നമുക്ക് സാധിക്കുന്നില്ല. അത് പല സ്ഥലങ്ങളിലും പരാതി നൽകി അല്ലെങ്കിൽ പരാതിയുമായി പോകുന്നു എന്നല്ലാതെ ഇതിനൊരു വലിയ രീതിയിലുള്ള പ്രതിസന്ധി പൊതുസമൂഹത്തിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. അനർഹർക്ക് ഈ ഒരു ഫണ്ട് എത്തുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ എത്തുന്നുണ്ട്. അതുകൊണ്ട് പത്രമാധ്യമ സൗഹൃദങ്ങളോട് എനിക്ക് പറയാനുള്ളത്, നിങ്ങൾ ഈ വാർത്ത ശക്തമായി പൊതുസമൂഹത്തിന്റെ മുന്നിലേക്ക് എത്തിക്കണം. കാരണം ഇങ്ങനെയുള്ള സങ്കടങ്ങൾ കാണുമ്പോൾ നമ്മൾ മലയാളികൾ പ്രത്യേകിച്ച് അതിന്റെ പിന്നാമ്പുറങ്ങളൊന്നും അന്വേഷിക്കാതെ പറ്റുന്ന സഹായങ്ങൾ ചെയ്യുന്ന കാഴ്ചകളാണ് നമ്മൾ കാണാൻ സാധിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഓരോ വീഡിയോ കാണുന്ന സമയത്തും ഓരോ സങ്കടങ്ങൾ കാണുന്ന സമയത്തും കൃത്യമായി കാര്യങ്ങൾ അന്വേഷിച്ച് പരിശോധിച്ച് മാത്രം സഹായം നൽകണം എന്നുള്ള രീതിയിൽ നമ്മൾ ഒരുപാട് മെസ്സേജുകൾ ഒരുപാട് ചാനലുകളിൽ ഇതിന്റെ ബൈറ്റുകളും കാര്യങ്ങളൊക്കെ നൽകിയിട്ടുണ്ട്. ഇപ്പോൾ ഇവിടെ ഒരുവിധ പത്രമാധ്യമ സൗഹൃദങ്ങളുണ്ട്. കാരണം ഇതുപോലുള്ള വ്യാജന്മാരെ കണ്ടെത്താൻ നമ്മൾക്ക് ഒറ്റക്കെട്ടായി പൊതുസമൂഹത്തിന്റെ മുന്നിലേക്ക് ഇങ്ങനെ ഒരു മെസ്സേജ് നൽകാനേ സാധിക്കുകയുള്ളൂ. അതുകൊണ്ട് തന്നെ നിങ്ങൾ എല്ലാവരും ഈ വാർത്ത ശക്തമായി നൽകണം. ഫാത്തിമയുടെ പിതാവ് നമ്മളോടൊപ്പം ഉണ്ട്. വലിയ പ്രയാസത്തിലായിരുന്നു ഫാത്തിമയുടെ പിതാവ്. ഇനി എന്ത് ചെയ്യും? എൻ്റെ മോളെ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരാൻ യാതൊരു മാർഗവുമില്ല. ഒരു ഓട്ടോ തൊഴിലാളിയെ ഞങ്ങൾക്ക് എങ്ങനെ ഇത്ര വലിയ തുക കണ്ടെത്താൻ സാധിക്കും? 10-50 ലക്ഷം രൂപയുടെ മുകളിൽ ആവശ്യമാണെന്ന് അറിയിച്ചപ്പോൾ ആ ഒരു വേദന കണ്ടപ്പോൾ നമ്മൾ പൊതുസമൂഹത്തിന്റെ മുന്നിലേക്ക് ആ സങ്കടം എത്തിച്ച ആ ഒരു സമയത്ത് തന്നെ വലിയ രീതിയിൽ എല്ലാവരും സപ്പോർട്ട് ചെയ്ത് ആ പെൺകുട്ടിക്ക് ആവശ്യമായ തുക ലഭിക്കാനുള്ള ഒരു സാഹചര്യം ഉണ്ടായി. ഇനി വേണ്ടത് ഓരോ ആളുകളുടെ പ്രാർത്ഥനയാണ്. ഇതിനുവേണ്ടി സപ്പോർട്ട് ചെയ്ത ഒരുപാട് മാധ്യമ സൗഹൃദങ്ങൾ ഇതിനുവേണ്ടി സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. എല്ലാവർക്കും ദൈവാനുഗ്രഹം ഉണ്ടാകട്ടെ. 2 വാക്ക് ഫാത്തിമയുടെ പിതാവ് നിങ്ങളോട് ചികിത്സയ്ക്കായി 60 ലക്ഷം രൂപ സമാഹരിച്ച് നൽകിയ അമർഷാൻ ഫൗണ്ടേഷനും എന്നെ അകമഴിഞ്ഞ് സഹായിച്ച എല്ലാ ജനങ്ങളോടും ഞാൻ ഹൃദയം നിറഞ്ഞ നന്ദി അറിയിക്കുകയാണ്. ഞാൻ വീണ്ടും നിങ്ങളോട് ഉണർത്തുന്നത്, ആ വ്യാജ അക്കൗണ്ടുമായി ബന്ധപ്പെട്ടിട്ടുള്ള നല്ല വാർത്തകൾ നിങ്ങൾ കൊടുക്കണം. കാരണം ഞാൻ മാത്രമല്ല, ഒരുപാട് ആളുകൾ ചാരിറ്റി കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. അവരുടെയൊക്കെ വീഡിയോ ഇങ്ങനെയുള്ള വ്യാജമായി സൃഷ്ടിച്ച്
അവരുടെ അക്കൗണ്ട് നമ്പറും QR കോഡൊക്കെ വെച്ച് വലിയ രീതിയിലുള്ള തട്ടിപ്പ് ഈ ഒരു മേഖലയിൽ നടക്കുന്നുണ്ട്. ഇതുമായി ബന്ധപ്പെട്ട നമ്മള് അന്യ സംസ്ഥാനങ്ങളിൽ വരെ പോയതാണ്. അന്യ സംസ്ഥാനങ്ങളിൽ പോയി, മഹാരാഷ്ട്ര പോയി, അതേപോലെ തന്നെ ഹൈദരാബാദിൽ പോയി, അതേപോലെ തന്നെ ഗുജറാത്തിൽ പോയി. ആ സമയങ്ങളിൽ നമുക്ക് കണ്ടെത്താൻ സാധിച്ചത് ഗൂഗിളിന്റെ അക്കൗണ്ടുള്ള, ഗൂഗിളിന്റെ നേതൃത്വത്തിലുള്ള മ്യൂൾ അക്കൗണ്ട് വഴിയാണ് ഇവർ ഈ ഒരു വലിയ തട്ടിപ്പ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. ചിലപ്പോൾ അക്കൗണ്ട് ഹോൾഡർക്ക് പോലും ആ ഒരു വിവരം അറിഞ്ഞെന്ന് വരില്ല. കാരണം ഈ ഒരു തട്ടിപ്പ് സംഘത്തില് കൃത്യമായി വീഡിയോയില് മലയാളത്തിൽ പോലും എഡിറ്റ് ചെയ്തിട്ടുണ്ട്. നിങ്ങളൊന്ന് സഹായിക്കണേ, നിങ്ങളൊരു 100 രൂപ നൽകണേ, നിങ്ങളൊരു 100 രൂപ നൽകി ഈ ഒരു കുടുംബത്തെ സഹായിക്കണേ, കൃത്യമായി മലയാളത്തിൽ പോലും എഴുതിക്കൊണ്ടാണ് ഈ ഒരു വലിയ രീതിയിലുള്ള വ്യാജപരമായിട്ടുള്ള തട്ടിപ്പ് നടന്നുകൊണ്ടിരിക്കുന്നത്.